1 ദിനവൃത്താന്തം 7-ാം അധ്യായം. ഇസാഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ, ഇങ്ങനെ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, രഫായാത്ത്, എരിയേൽ, യഹ്മായി, ഇബ്സാം, ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലായുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 22,600. ഉസ്സിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മിഖായേൽ, ഓബദ്യാവ്, യോവേൽ, ഇഷിയാവ്, ഇങ്ങനെ 5 പേർ. ഇവരെല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബമായി സൈന്യഗണങ്ങളായി 36,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസ്സാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികളാകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേഖർ, യെദയിയേൽ, ഇങ്ങനെ 3 പേർ. ബെലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസ്സിയേൽ, യെരീമോത്ത്, ഈരി, ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 20,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമീര, യോവാഷ്, എലിയേസർ, എല്യോവേനായി, ഒമ്രി, യെരോമോത്ത്, അബിയാവ്, അനോത്തോത്ത്, അലേമേത്ത് ഇവരെല്ലാവരും ബേഖറിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദീയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യേവൂഷ്, ബെന്യാമീൻ, ഏഫൂദ്, കെനയന, സേദാൻ, സർദീഷ്, അഹീഷാഫാർ ഇവരെല്ലാവരും യെദീയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുന്നവർ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. ആഹേരിന്റെ പുത്രന്മാർ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ, ഷല്ലും. ബിൽഹിയുടെ പുത്രന്മാർ മനശ്ശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാം സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പുത്രനായ മാഖീറിനെ പ്രസവിച്ചു. എന്നാൽ മാഖീർ ഹുപ്പീമിനെയും ഷുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേര് മയഖ എന്നായിരുന്നു. രണ്ടാമന്റെ പേര് ഷെലോഫെലാഹ് എന്നായിരുന്നു. ഷെലോഫഹാദിന് പുത്രിമാരുണ്ടായിരുന്നു. മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു. അവന്റെ സഹോദരന് ഷേരഹ് എന്ന് പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രക്കേമുമായിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബേദാൻ. ഇവർ മനശ്ശയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേഖത്ത്, ഈഷ്ഹോത്ത്, അബിയേസർ, മഹള എന്നിവരെ പ്രസവിച്ചു. ഷെമീദിയുടെ പുത്രന്മാർ അഹ്യാൻ, ഷേഖേം, ലിക്കഹി, അനിയാം. എഫ്രീമിന്റെ പുത്രന്മാർ ഷൂദലഹ്, അവന്റെ മകൻ ബേരത്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഏലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ഷുദേഹ്ലഹ്, ഏസർ, ഏലാദ. ഇവർ ആ ദേശവാസികളായ ഗദ്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയീം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവന് ബെരീഖാവ് എന്ന് പേര് വിളിച്ചു. അവളുടെ മകൾ ഷെയാര. അവർ താഴത്തെയും മേലത്തെയും ബേത്ത്ഹെരോനും ഉസയേഷനും പണിതു. അവന്റെ മകൻ രേഫസും. അവന്റെ മകൻ തേലഹ്, അവന്റെ മകൻ തഹൻ, അവന്റെ മകൻ ലദാൻ, അവന്റെ മകൻ അഹ്ബീഹൂദ്, അവന്റെ മകൻ എലിയാമ, അവന്റെ മകൻ നൂൻ, അവന്റെ മകൻ യഹോഷുവ. അവരുടെ അവകാശങ്ങളുടെ വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബെതേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഖമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനശ്ശയുടെ ദേശത്തിനരികെ ബേത്ത്ഷെയാനും അതിന്റെ ഗ്രാമങ്ങളും, താനാക്കും അതിന്റെ ഗ്രാമങ്ങളും, മെഗിദ്ദോവും അതിന്റെ ഗ്രാമങ്ങളും, ദൂരും അതിന്റെ ഗ്രാമങ്ങളും. അവയെ ഇസ്രയേലിന്റെ മകനായ യോസെഫിന്റെ പുത്രന്മാർ പാർത്തു. ആശേരിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷി, ബെരിയാവ്. ഇവരുടെ സഹോദരി ബേരഹ്. ബെരിയാവിന്റെ പുത്രന്മാർ ഹേഗർ, ബിൽസയീത്തിന്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ അഫ്ലേത്തിനെയും ഷേമരിനെയും ഹോദാമിനെയും അവരുടെ സഹോദരിയായ ഷൂവയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിന്റെ പുത്രന്മാർ പാസാക്ക്, ബിംഹാൽ, അഷ്വാത്ത്. ഇവർ യഫ്ലേത്തിന്റെ പുത്രന്മാർ.
ഷേമറിന്റെ പുത്രന്മാർ അഹി, റൊഹ്ഗ, യഹുബ, അരാം. അവന്റെ സഹോദരനായ ഹേലേമിന്റെ പുത്രന്മാർ സോഫഹ്, ഇമ്ന, ഷേലഹ്, ആമാൽ. സോഫഹിന്റെ പുത്രന്മാർ സൂഫ, ഹർനേസർ, ഹൂവാൽ, ബേരി, ഇമ്ര, ബേസൽ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇദ്രാൻ, ബെയേര. ഏദന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആനഹ്, ഹന്നിയേൽ, റിസ്യ. ഇവരെല്ലാവരും ആശേരിന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 പേർ തന്നെ. എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ, വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതാതിരിക്കുകയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ, ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ, ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ട് തിരിയാതിരുന്നാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു, ആവയാൽ ഞങ്ങൾ ക്ഷയിച്ചുമിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ അറിയുന്നു. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിലത്ര എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ നീതി പ്രവർത്തികളൊന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട്, നീ മരിക്കും എന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികളൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത പാപം ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ ജീവിക്കും. എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴി എത്ര ചൊവ്വില്ലാതെ ഇരിക്കുന്നത്. നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി യെരൂശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്നു. നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ചാടിപ്പോയവൻ വരുന്നതിൻ്റെ തലേന്നാൾ വൈകുന്നേരം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വരുമ്പോഴേക്ക് യഹോവ എൻ്റെ വായ് തുറന്നിരുന്നു. അങ്ങനെ എൻ്റെ വായ് തുറന്നത് കൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നില്ല. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ദേശത്തിലെ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ, അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ പലരാകുന്നു, ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വാളിൽ ആശ്രയിക്കുകയും നിങ്ങൾ നിങ്ങളുടെ മ്ലേച്ഛത പ്രവർത്തിക്കുകയും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നാണ് ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും. വെളിംപ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും. ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും. ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും. അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം നിന്നുപോകും. ഇസ്രയേൽ പർവ്വതങ്ങൾ ആരും വഴി പോകാതെ വണ്ണം ശൂന്യമായി തീരും. അവർ ചെയ്ത സകല മ്ലേച്ഛതകൾ നിമിത്തം ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു. യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്നു കേൾപ്പിനെന്ന് തമ്മിലും ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും പറയുന്നു. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ മുമ്പിൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നുവെന്ന് അറിയും. എഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിലെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം. നീ പ്രവചിച്ച് അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിലെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം മുടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ലതാനും. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇടയൻ ഇല്ലായ കൊണ്ട് അവ ചിതറിപ്പോയി. ഇടറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ എല്ലാം മലകളിലും ഉയരമുള്ള എല്ലാ കുന്നുകളിലും ഉഴന്നു നടന്നു. ഭൂതലത്തിലൊക്കെയും എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരകുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. എന്നാണ് ഇടയനില്ലായക കൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ചയായി പോവുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്തതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുകകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു. ആടുകളെ മേയ്ക്കുന്ന വേലക്കാർ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കുകയില്ല. എൻ്റെ ആടുകൾക്ക് അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഒരു ഇടയൻ ചെതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു. അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിലും അവയെ വിടുവിക്കും. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിൽ നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിൽ മേയ്ക്കും. നല്ല മേച്ചൽ പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടം ആയിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽ പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. നിങ്ങളോ എൻ്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആടിനും മധ്യേയുള്ള ആട്ടുകൊറ്റങ്ങൾക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേ ന്യായം വിധിക്കുന്നു. നിങ്ങൾ നല്ല മേച്ചൽ മേഞ്ഞിട്ട്
മേച്ചിലിന്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കി കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ തന്നെ തടിച്ച ആടുകൾക്ക് മെലിഞ്ഞ ആടുകൾക്കു മധ്യേ ന്യായവിധിക്കും. ദീനം പിടിച്ചവയെ ഞാൻ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പ് കൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. അവ ഇനി ഇരയായി തീരുകയില്ല. ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരു ഇടയനെ അവർക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായി ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും. യഹോവയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തുനിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും. വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളയുകയും അവർ തങ്ങളുടെ ദേശത്തെ നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണി എടുപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല. കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല. അവർ നിർഭയമായി വസിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. ഞാൻ അവർക്ക് കീർത്തിയുള്ള ഒരു നടുതല വെച്ചുണ്ടാക്കും. അവർ ഇനി ദേശത്തെ പട്ടിണി കിടന്ന് നശിക്കുകയില്ല. ജാതികളുടെ നിന്ന് ഇനി വഹിക്കുകയില്ല. ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന് ഞാൻ അവരോട് കൂടെ ഉണ്ടെന്നും ഇസ്രയേൽ ഗൃഹമായിരിക്കുന്ന അവർ എൻ്റെ ജനമാകുന്നു എന്നും അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ ഞാൻ എൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളായി എൻ്റെ ആടുകളായുള്ളവരെ, നിങ്ങൾ മനുഷ്യരത്രേ, ഞാനോ നിങ്ങളുടെ ദൈവമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്.